കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 33. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമഃ. എന്താണറിയോ, ഭഗവാന്റെ 2 അവതാരങ്ങളായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള അവതാരങ്ങളായിട്ടുള്ള രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ പരസ്പര വിരുദ്ധം ആണെന്ന് തോന്നുന്ന 2 എപ്പിസോഡുകളാണ് 33-ലും 34-ലും പറയണം കേട്ടോ. അല്ല, 33-ലും അതെ, 34-ലും പറയുന്നുണ്ട്. 33-ൽ ഈ 2 അവതാരത്തിൻ്റെ പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 എപ്പിസോഡ് പറയെടുക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ലേ പറയാണ്. ആദ്യത്തെ എന്താ വെച്ചാൽ പിന്നെ ശ്രീരാമാവതാരത്തിൽ ശ്രീരാമൻ കാട്ടിൽ താമസിക്കുമ്പോൾ പിന്നെ രാവണൻ വന്ന് കട്ടുകൊണ്ടുപോലും കഴിഞ്ഞതിന് ശേഷം കേട്ടോ, രാവണൻ വന്ന് കട്ടുകൊണ്ടുപോലോ, അപ്പോൾ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ശരിക്കും കരയണത് പോലെയാണ്. കരയുന്നുണ്ട്. ഒരു മനുഷ്യനായിട്ട് അവതരിച്ചു എന്നാണല്ലോ നാട്യം. പിന്നെ അപ്പോൾ മനുഷ്യന്മാരെ പോലെ പെരുമാറുന്നത് കാണിക്കുകയാണേ. അതായത് ഭാര്യയെ ഒരാൾ കട്ടുകൊണ്ടുപോയി, വളരെ സ്നേഹമുള്ള ഭാര്യയെ, അപ്പോൾ ദുഃഖിക്കുമല്ലോ, ആ ദുഃഖം പിന്നെ കാണിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം രാത്രി നിലാവ്, നല്ല കുളിരുള്ള നിലാവാട്ടോ, ആ നിലാവ് കണ്ടിട്ട് പറയണതൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഞാൻ ആ ഒരു പ്രിഫേസ് പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഓരോ വാക്കിൻ്റെ അർത്ഥം വലിയ ആവശ്യമില്ല. എന്നാലും നിജപത്നിയും പിരിഞ്ഞളവ് മീൻസ് കാട്ടിൽ പാർക്കുമ്പോൾ തൻ്റെ ഭാര്യ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ പിന്നെ ആ വിരഹദുഃഖത്തോടു കൂടി സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ കുളിർനിലാവ്, ആ സമയത്തൊരു രാത്രി എത്തിയപ്പോൾ, ആ രാത്രിയായപ്പോൾ നല്ല തണുത്ത നിലാവ് ഇങ്ങനെ എല്ലാ ദിക്കിലും പടർന്ന് നിൽക്കണു. പക്ഷേ അത് കണ്ടപ്പോൾ ഘർമാതപം എന്ന്, അതായത് വേനൽക്കാലത്തെ വെയിൽ പോലെയാണ് എനിക്കിന്ന് ഈ നിലാവെന്ന് എന്ന് ചെമ്മേ മടി കൂടാതെ ഒരു കൂസലും ഇല്ലാതെ, അയ്യോ എനിക്ക് ഈ കുളിർ നിലാവ് വേനൽക്കാലത്തെ ചൂട് പോലെയാണ് അനുഭവപ്പെടുന്നത് എന്ന് തമ്പി പറഞ്ഞ അനിയൻ ലക്ഷ്മണനോട് പറഞ്ഞ് കരഞ്ഞു. അതാണ് ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജ പത്നിയും പിരിഞ്ഞളവെന്ന്. അതായത് പത്നി പിരിഞ്ഞ കാലത്ത്, അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സനുസരിച്ചിട്ടാണ് നമ്മൾ പ്രകൃതിയിലത്തെ മാറ്റങ്ങളെയൊക്കെ നമ്മൾ വീക്ഷിക്കുക. ഇപ്പോൾ നമുക്ക് ദുഃഖമുള്ള സമയത്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ പ്രകൃതിയും കരയുകയാണെന്ന് നമ്മൾ പറയും, ഇല്ലേ? തോന്നും നമുക്ക്. വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രതികരിക്കണം. പ്രകൃതി എന്ത് ചെയ്യണേനും പ്രകൃതിയിൽ ഉണ്ടാവണ എല്ലാറ്റിനും. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് സങ്കടമാണെന്ന് വെച്ചാൽ പ്രകൃതി എന്നെപ്പോലെ ഇതാ കരയണമെന്ന് പറയാം, തോന്നാൻ നല്ല സാധ്യത ഉണ്ട്. പിന്നെ അതേസമയം നമുക്ക് നല്ല സന്തോഷമുള്ള സമയമാണെന്ന് വെച്ചാൽ മഴ പെയ്യണത് സന്തോഷമാണ്. മഴ പെയ്യണു, മദ്ദളം കൊട്ടണു, അത് സന്തോഷം അല്ലേ? അപ്പോൾ ഇപ്പം ശ്രീരാമൻ ആ വിരഹദുഃഖം കൊണ്ടേ ഈവൻ നിലാവ് ചൂടുള്ള വെയിൽ പോലെ തോന്നിയെന്ന് അനിയനോട് പറയുകയാണ്. അതാണ് അത്. പിന്നത്തെ 2 വരിയിൽ എന്താ പറയണത്? പിന്നെ കൃഷ്ണാവതാര കാലത്ത് അധ എന്ന് പറഞ്ഞില്ല, അധ. പിന്നെ എന്താണ് കാലത്ത് എന്താണ്? പിന്നെ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ആ മൃഗാക്ഷികളെ പറഞ്ഞാൽ ഇവിടെ ഗോപികമാർ, അതെ, മൃഗം വെച്ചാൽ മാന്യാണ് പറയുക. മാൻകണ്ണികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഗോപികമാരാണ് കേട്ടോ. മാൻകണ്ണികളായ ഗോപികമാരെ തന്നെ തിരഞ്ഞ് പെട്ടെന്ന് അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് ഭഗവാനെ തിരഞ്ഞ് നടത്തി മറുകിച്ചു പറഞ്ഞെന്താ, വിഷമിപ്പിച്ചു. അതാണ് മറുകിച്ചു. ആരെ? ഗോപികമാരെ. എങ്ങനെ? തന്നെ തിരഞ്ഞ് നടത്തിയിട്ട് കാട്ടിൽ
നാരായണായ നമ, അങ്ങനത്തെ നാരായണ നമസ്കാരം. അതായത് രണ്ടവതാരത്തിലും പരസ്പര വിരുദ്ധമെന്ന് തോന്നാൻ തക്കോണം. അതായത് ആദ്യത്തേൽ അവനോൻ വിരഹദുഃഖം അനുഭവിക്കണേൻ്റെ തീവ്രത കൊണ്ട് നിലാവ് പോലും വെയിലായി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തു. ആരോട്? ലക്ഷ്മണനോട്, ശ്രീരാമാവതാരത്തിൽ. കാരണം അവനവൻ്റെ വിരഹദുഃഖം അത്ര അസഹ്യമായിട്ട് തോന്നിയിട്ട്. എന്നാലോ കൃഷ്ണാവതാരത്തിൽ ആ വിരഹദുഃഖം അവരെ കൊണ്ട് അനുഭവിപ്പിച്ചു. തനിക്കറിയണതാണ് വിരഹദുഃഖം എന്താണെന്ന്. എന്നിട്ടും കൃഷ്ണാവതാരത്തിൽ അത് ഗോപികമാരെ കൊണ്ട് അനുഭവിപ്പിക്കുക ചെയ്ത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇതിൽ ഈ വിരഹാർത്തനായ ശ്രീരാമൻ പറയണ 4 വരിയുണ്ട്. എന്താ അറിയോ? രാമായണത്തിൽ എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ. മനസ്സിൽ പറയണം, എന്നാ ഞാൻ കാണുക നിന്നെ ചന്ദ്രാനനെ, ചന്ദ്രൻ്റെ മുഖം. നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിരുന്നു. കഷ്ടം, എനിക്ക് ഈ കുളിർനിലാവൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, നിന്നെയുള്ള വിരഹം കൊണ്ട് എനിക്കത് ചൂടുള്ള വെയിൽ പോലെ തോന്നണമെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. എന്ത് ചെയ്തത് കൃഷ്ണൻ? എന്ത് ചെയ്തത്? ഗോപികമാരൊക്കെ കൃഷ്ണൻ അവർക്ക് അധീനനാണെന്നാണ് അഹങ്കാരം തോന്നിയ നിമിഷം ഗോപികളുടെ മുമ്പിൽ നിന്നാണ് അപ്രത്യക്ഷപ്പെട്ടു അല്ലേ? എന്നിട്ട് വിരഹവേദന സ്വയം അനുഭവിച്ച ആ ശ്രീരാമൻ തന്നെ ഗോപികമാർക്ക് കൃഷ്ണനായിട്ട് വന്നപ്പോൾ വിരഹവേദന നൽകി. ഒക്കെ ഒരേ ഭഗവാനാണല്ലോ. അപ്പോൾ ഈ 67-ാം അധ്യായത്തിലാണ് ഗോപികമാരുടെ ആ സങ്കടം നമ്മൾ നാരായണീയത്തിൽ വളരെ ഫെമിലിയറാണല്ലോ ആ ശ്ലോകമൊക്കെ. എന്താ അറിയോ? തിരോഹിതേ തത്വൈ ജാതതാപാസമം സമേത കമലായതാക്ഷ്യ വനേ വനേ ത്വം പരിമാർഗയന്ത്യോ വിഷാദമാഭുർഭഗവന്നപാരം. കാട്ടിൽ മുഴുവനും വിഷാദം ആയിട്ട് ഓടി നടക്കുകയാണ് ഭഗവാനെ തിരഞ്ഞിട്ടേ. എന്നിട്ട് വൃക്ഷങ്ങളോടൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ഹാ ചൂത ഹാ ചമ്പക കർണികാര. വൃക്ഷങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്, ചൂതം, ചമ്പകം, കർണികാരം, ഹാ മല്ലികേ മാലതി ബാലവല്യ. എന്താ ചോദിക്കണത്? കിം വീക്ഷിതോ നോ ഹൃദയൈക ചോര ഇത്യാദി താസ്ത്വത് പ്രവണാവിലേപൂ. ഞങ്ങളുടെ ഹൃദയം കട്ടെടുത്ത ആളെ നിങ്ങൾ സോറി എന്തോ ഒരു അലർജി, അത്രയേ ഉള്ളൂ. എന്താ കിം വീക്ഷിതോന്നോ ഹൃദയക ചോര. ഞങ്ങളുടെ ഹൃദയത്തിന് അപഹരിച്ചെടുത്ത ആ ആളെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ വൃക്ഷങ്ങളെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് എത്ര സങ്കടം കൊണ്ടാണ് അവർ ഹോൾ ടൈം നടന്നത്. അപ്പോഴുള്ള ഒരു ആക്ച്വലി അങ്ങനെ ഭഗവാൻ വിട്ടിട്ട് പോയപ്പോഴത്തെ ഒരു സ്തുതിയാണ് ഏത്? ഗോപികാഗീതം എന്നുള്ള അതിമനോഹരമായിട്ടുള്ള. പിന്നെ അവർക്ക് അപ്പോഴേക്കും കുറച്ച് അഹങ്കാരമൊക്കെ മാറിയപ്പോൾ അപ്പോഴുള്ള ഒരു സ്തുതിയാണ് ഏത്? ഈ ഗോപികാഗീതം. എന്താ വെച്ചാൽ ആദ്യത്തേൽ ശ്രീരാമൻ മനുഷ്യനായിട്ടല്ലേ അവതരിച്ചത് അല്ലേ? അപ്പം മനുഷ്യരെ എങ്ങനെ ദുഃഖിക്കുന്നു എന്ന് കാണിച്ചു ആദ്യത്തെ ശ്രീരാമാവതാരത്തിൽ സീതയെ പിരിഞ്ഞപ്പോഴേ. അസാധാരണ മനുഷ്യന്മാരൊക്കെ ഇതുപോലെ ദുഃഖിക്കേണ്ട പിന്നെ ജ്ഞാനം ഉദിക്കാത്തവർ മുഴുവൻ അതുപോലെ ദുഃഖിക്കും. അപ്പം രണ്ടാമത്തേൽ ഈശ്വരനായിട്ട് തന്നെയാണ് കൃഷ്ണനെ. മനുഷ്യ ദേഹം എടുത്തു എന്നേ ഉള്ളൂ. എപ്പോഴും ഡിവിനിറ്റി കാണിച്ചും കൊണ്ടേയിരിക്കും അല്ലേ? എപ്പോഴും ദിവ്യത്വം കാണിക്കൊണ്ടിരിക്കും. എപ്പം തൊട്ട് ആദ്യം യശോദ കോട്ടായ ഇട്ടപ്പോൾ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ തൊട്ട് ദിവ്യത്വം കാണിച്ചു കൊണ്ടേയിരിക്കേണ്ട. പൂതനയെ കൊന്നു 40 ദിവസം 30 ദിവസം ആയിട്ടുള്ള സമയത്ത് ശകടാസുരനെ കൊന്നു, തൃണാവർത്തനെ കൊന്നു അല്ലേ, ബകാസുരനെ, ആഖാസുരനെ, എന്തെല്ലാം ദിവ്യത്വം കാണിച്ചു. അപ്പോൾ ഈശ്വരനായിട്ട് തന്നെയാണ് കൃഷ്ണാവതാരത്തിൽ. അപ്പോൾ ഈ ഗോപികമാർക്ക് മുക്തി കൊടുക്കണത് സ്പീഡപ്പ് ചെയ്യാൻ, മുക്തി വേഗം കൊടുക്കാനാണ് എന്ത്? കുറച്ച് നേരം ദർശനവും സാമീപ്യമൊക്കെ നൽകി. എന്നിട്ട് അത് നിരസിച്ചു. അപ്പം എന്താ വെച്ചാൽ അവർക്ക് ആ വിരഹതാപം തീവ്രമാവുമല്ലോ. അപ്പം
അഭാവത്തിൽ അവർ കൂടുതൽ എന്നെ ചിന്തിക്കും, അവർ എൻ്റെ അഭാവത്തിൽ എന്നെ കൂടുതൽ സ്മരിക്കും. അങ്ങനെ തീവ്രമായിട്ടുള്ള ആ വിരഹതാപത്തിൽ അവരുടെ ഭക്തിയും തീവ്രമായിട്ട് വർദ്ധിക്കും. ഭക്തിയും വർദ്ധിച്ച് വളരെ തീവ്രമാവും. അപ്പം വേഗം മുക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഗോപികമാർക്ക് കൊടുത്ത പോലെ എനിക്കും മുക്തി തരണേ എന്ന് പറയുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അഹങ്കാരം കളയാൻ വേണ്ടി, അഹങ്കാരം കളഞ്ഞ് മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് തന്നിലേക്ക് യോജിപ്പിക്കാനാണ് ഗോപികമാരോട് ചെയ്തത്. മറ്റത് മനുഷ്യനായിട്ട് നടിച്ച് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ പെരുമാറുക എന്ന് മര്യാദ പുരുഷോത്തമനായിട്ടല്ലേ അതിൽ. അപ്പോൾ സാധാരണ മനുഷ്യരെ പോലെ കാണിക്കുകയാണ് അതിൽ. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് തോന്നും. സ്വയം വിരഹദുഃഖം അനുഭവിച്ച ആൾ പിന്നെ എന്തിനെ ഇങ്ങനെ, അതായത് എത്ര തീവ്രമാണത് അറിയണ ഒരാൾ എന്തിനെ പിന്നെ ഇത്ര സ്നേഹമുള്ള ഗോപികമാരെ ഇങ്ങനെ പീഡിപ്പിച്ചത് എന്ന് നമുക്ക് തോന്നാം എന്ന് പറയുകയാണ്. ഏതായാലും ഗോപികമാർക്ക് ഇത് കൊടുത്ത പോലെ എനിക്കും പിന്നെ മുക്തി വേഗം തരണേന്ന് പറയുകയാണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ധ്വനിയുണ്ടെന്ന് പറയാം. അപ്പോൾ അതാണ് 32 അല്ല 33. ഇനി ഞാൻ 33 വായിച്ച് 34 കൂടി നമുക്ക് ചെയ്യാം. 11 മിനിറ്റ് ആയിട്ടുള്ളൂ. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജ പത്നിയും പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ചാ മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമ. മറുകിച്ചു എന്ന് പറഞ്ഞാൽ വിഷമിപ്പിച്ചു എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ മൃഗാക്ഷികൾ നമുക്കറിയാലോ, മാൻകണ്ണികൾ അവിടെ ഗോപികമാരാണ്. ഇനി നമുക്ക് പിന്നെ 34 ചെയ്യാം. അതിലും ഇതുപോലെ 2 എപ്പിസോഡ് പറയുകയാണ് കേട്ടോ. 2 അവതാരത്തിൽ തന്നെ 2 എപ്പിസോഡുകൾ പറയുകയാണ്. അതായത് നമ്മളിപ്പോൾ ക ഖ ഗ ഘ എന്ന് കഴിഞ്ഞല്ലോ, ഇനി ഇങ്ങ ആണ്. അപ്പം ഇങ്ങ വെച്ച് തുടങ്ങണം. ജ്ഞാനം കണക്കയുടൻ 5 അക്ഷരങ്ങളുടെ യൂനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതുമൊന്നല്ലയാളു ഹരിനാരായണായ നമ. എന്താണ്? അതായത് കൂനുള്ളൊരു ദാസിയെ, അതാണ് മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലേ ആള്, ഒരേ ആളല്ലേ ഹരിനാരായണായ നമ. അപ്പം നമുക്ക് അതിലേക്ക് വരാം. ആദ്യം ആ വാക്കിൻ്റെ അർത്ഥം. ഒരു നക്തഞ്ചരിക്ക്, ആ നക്തഞ്ചരിച്ച രാക്ഷസി എന്നാണ്. പിന്നെ എന്താണ്, അപ്പം രാക്ഷസി ഇവിടെ ആരറിയോ? ശൂർപ്പണഖ. ശൂർപ്പണഖ എന്ന രാക്ഷസിക്ക്, അതായത് ഇവിടെ ചിത്രകൂടത്ത് താമസിക്കുന്ന സമയത്ത് പിന്നെ എന്താണ്, പിന്നെ ഒരു ദിവസം ശൂർപ്പണഖ നല്ല ഭംഗിയുള്ള സ്ത്രീയുടെ, രാക്ഷസികൾക്കൊക്കെ എപ്പോഴും വേഷം മാറാനൊക്കെ ഉള്ള കഴിവുണ്ടല്ലോ. ഇപ്പോൾ പൂതനയൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയായിട്ടല്ലേ വന്നത് ആദ്യം. അപ്പോൾ അതുപോലെ നല്ല ഭംഗിയുള്ള പിന്നെ സ്ത്രീയായിട്ട് വേഷം കെട്ടി അല്ലെങ്കിൽ രൂപമെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയവർക്ക് ശക്തി ഉണ്ട്, മായാശക്തി ഉണ്ടല്ലോ. അപ്പോൾ ഒരു സുന്ദരിയായിട്ട് രൂപത്തിൽ ഇവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് കാമാർത്ഥയായിട്ട് വരുമല്ലോ. എന്നിട്ട് ചോദിക്കുമല്ലോ, പിന്നെ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയൂലോ. അതാണ് ഒരു നക്തഞ്ചരിക്ക് എന്ന് പറഞ്ഞാൽ ശൂർപ്പണഖ എന്ന രാക്ഷസിക്ക് ജ്ഞാനം കണക്കെ ഉടൻ 5 അക്ഷരങ്ങളുടെ ങ എന്നുള്ള ഇതുപോലെ മൂക്ക് ഉപയോഗിച്ചിട്ട് വേണം പറയാൻ. അങ്ങനെ 5 അക്ഷരങ്ങളുണ്ട്. അതാണ് ഇപ്പം നമ്മൾ അകാരം, ഇകാരം, ഉകാരം എന്നൊക്കെ പറയില്ലേ. കാരം എന്ന് ചേർക്കുമല്ലോ. ആന്ന് തുടങ്ങുന്നത് മുഴുവൻ അകാരം, ഈന്ന് തുടങ്ങുന്നത് മുഴുവൻ ഇകാരം, തുടങ്ങുന്നത് ഊകാരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുപോലെയാണത്രേ പഴയ മലയാളത്തിലും തമിഴിലുമൊക്കെ അനം എന്നൊരു വാക്കുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനം എന്ന് പറഞ്ഞ് അനം ജ്ഞാനം. അതായത് ആകാരം എന്ന് പോലെ ജ്ഞാനം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പിന്നെ അതായത് മൂക്ക് കൂട്ടി സംസാരിക്കേണ്ട അക്ഷരങ്ങൾ. അത് 5 എണ്ണം ഏതൊക്കെയാണ്? ങ, ഞ, ണ, ന, മ. അതാണ് 5 എണ്ണം. അതിനൊക്കെ അനുനാസിക എന്നാ പറയുക കേട്ടോ. അതിന് പിന്നെന്താണ് അനുനാസിക
അക്ഷരങ്ങൾ എന്നാ പറയുക. അതായത് നാസിക ഉപയോഗിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള അക്ഷരങ്ങളാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ജ്ഞാനം കണക്കയുടെ 5 അക്ഷരങ്ങളുടെ എന്താ ഊനം വരുത്തി വെച്ചാൽ എന്താ കുറവ് വരുത്തി. മീൻസ് ആ 5 അക്ഷരങ്ങൾ മൂക്കുപയോഗിച്ച് ഉച്ചരിക്കേണ്ട ആ 5 അക്ഷരങ്ങളെ വേണ്ട പോലെ ഉച്ചരിക്കാൻ കഴിയാത്ത സ്ഥിതി വരുത്തി. എങ്ങനെ? പിന്നെ എന്താണ്, ശൂർപ്പണഖ രാമനോട് വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ പറയും, അത് എനിക്ക് പറ്റില്ല, എൻ്റെ കൂടെ നോക്കൂ, ഭാര്യയൊക്കെ ഉണ്ട്. ലക്ഷ്മണന് ഭാര്യ കൂടെ ഇല്ലേ, ലക്ഷ്മണൻ്റെ അടുത്ത് പൊക്കോളൂ പറയും. നല്ല ഭംഗിയായിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മണൻ്റെ അടുത്ത് പോകും. അപ്പോൾ ലക്ഷ്മണൻ പറയും, ഞാനൊരു ഏട്ടൻ്റെ ഒരു ദാസൻ, അത്രയേ ഉള്ളൂ, എന്നെ വിവാഹം കഴിച്ചിട്ടൊക്കെ എന്താ കാര്യം, ഏട്ടനോട് തന്നെ പോയി ചോദിച്ചോളൂ പറയും. ഏട്ടനോട് ആദ്യം പോയി ചോദിക്കുമ്പോൾ ആദ്യം ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അയക്കും. അപ്പോൾ ദേഷ്യം വരും. അപ്പോൾ ഇവർ കളിക്കുകയെന്ന് മനസ്സിലാവും ശൂർപ്പണഖയ്ക്ക്. അപ്പോൾ ശൂർപ്പണഖ എന്താണ് സീതയെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോവും ദേഷ്യം വന്നിട്ട്. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് എന്താ വേണ്ട ചേച്ചിത്തോളാൻ പറയും വെച്ചാൽ, അപ്പം ലക്ഷ്മണൻ എന്ത് ചെയ്തു, കയ്യും മൂക്കും മുലയും അരിഞ്ഞിടും വാളോണ്ട്. അതാണ് അപ്പം ഇതിൽ മൂക്കരിഞ്ഞതിന് ശേഷം പിന്നെ മൂക്കൊണ്ട് പറയേണ്ടതിൻ്റെ ഒന്നും പറയേണ്ട അക്ഷരങ്ങൾക്ക് മുഴുവൻ കുറവായില്ലേ, ശരിക്ക് വേണ്ട പോലെ ഉച്ചരിക്കാൻ പറ്റാണ്ട്. അതാണ് ജ്ഞാനം കണക്കിടുന്ന 5 അക്ഷരങ്ങളുടെ ഊനം വരുത്തി ഒരു നക്തഞ്ചരിക്കുക എന്ന് പറയുന്നത്. ബദാ കഷ്ടം. പിന്നെയോ അടുത്ത എപ്പിസോഡ് എന്താ, കൂനോരു ദാസിയെ, ഈ ത്രിവക്ര എന്ന കംസൻ്റെ സൈരന്ധ്രി, കംസന് കുറിക്കൂട്ട് കൊണ്ടു കൊടുക്കണ സ്ത്രീയാണ് പിന്നെ ത്രിവക്ര എന്നോ കുബ്ജ എന്നൊക്കെ പറയാം. അവൾക്ക് 3 വളവുണ്ട് പിന്നിൽ അല്ലേ. അവളാണ് പിന്നെ അതായത് മധുരയിലേക്ക് എത്തിയപ്പോഴേ, അതായത് അക്രൂരൻ വന്ന് കൊണ്ടുപോകുമല്ലോ, ധനുര്യാഗത്തിന് ക്ഷണിച്ചു കൊണ്ടുപോകല്ലേ. അതിൻ്റെ ഉദ്ദേശം വേറെയാണ്, ഭഗവാനെ കൊല്ലാനാണ് കംസൻ കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷെ എന്തായാലും ധനുര്യാഗത്തിന് ക്ഷണിക്കുക എന്നുള്ള വ്യാജേന അക്രൂരനെ അയച്ച് കൊണ്ടുവരുമല്ലോ. അപ്പോൾ കൊടന്ന ദിവസം അവർ ഔട്ട്സ്കേർട്സിലാണ്, പിന്നെ ഈ മധുരയുടെ ഔട്ട്സ്കേർട്സിൽ താമസിക്കുക. ഉച്ചയാകുമ്പോഴേക്ക് എത്തിയപ്പോൾ ഭഗവാൻ വിചാരിക്കും ഇവരെയൊക്കെ ഒന്ന്, പാവം ഈ ഗോപന്മാരൊക്കെ നാട്ടിൻപുറത്ത് താമസിക്കണവരല്ലേ, ഇവരെയൊക്കെ ഒന്ന് മധുര കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താണ് ഈ വന്ന രഥത്തിൽ തന്നെ അവരെയൊക്കെ കയറ്റി അക്രൂരനോട് വീട്ടിൽ പൊക്കോളാൻ പറയും. എന്നിട്ട് പിന്നെ രഥത്തെ കയറ്റി ഇങ്ങനെ നഗരം കാണാൻ കൊണ്ടുപോകുമ്പോഴാണ് ആദ്യം ആ എന്താണ് കംസൻ്റെ ധോബി രചകനെ കാണും. കംസൻ അലക്കി കൊണ്ടുപോകണ വസ്ത്രം അലക്കി കൊണ്ടുപോകണം. അപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ കൊടുക്കില്ല. ഇതൊന്നും നിങ്ങളെപ്പോലുള്ള പിന്നെ എന്താണ് ആട്ടിടയന്മാർക്കല്ല രാജാവിനുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അയാൾ കൊടുക്കില്ല. അപ്പോൾ അയാളെ കൊല്ലും. അയാളാണത്ര എന്തായാലും പിന്നെ ത്രേതായുഗത്തിൽ ശ്രീരാമനെ അപവാദം പറഞ്ഞ ആ സെയിം അലക്കുകാരൻ തന്നെയാണ് അത്രേ ഇതിലും അലക്കുകാരനായി ജനിച്ചത്. എന്തായാലും അയാളെ കൊല്ലും. അത് കഴിഞ്ഞിട്ടാണ് ത്രിവക്ര വരണത്. ഈ കുറിക്കൂട്ട് കൊണ്ടുപോവാണ് ഒരു വലിയ വണ്ടിയിൽ ഇങ്ങനെ ഉരുട്ടി നിറച്ച് പെർഫ്യൂംഡ് ആയിട്ടുള്ള ലോഷൻസും ചന്ദനവും കുങ്കുമവും കളഭവും ഒക്കെ കൊണ്ടുപോവുക. അപ്പോൾ ചോദിക്കും, നല്ല ഭംഗിയുണ്ട് മുഖത്തിന് കേട്ടോ, ഇങ്ങനെ 3 വളവുണ്ട്. പക്ഷെ അപ്പം ചോദിക്കുമ്പോൾ തരുമോ ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ വളരെ സന്തോഷത്തോടും ഭക്തിയോടും ഭഗവാനും മുഴുവനും എന്ത് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഭഗവാൻ പ്ലീസ്ഡായി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും, പ്രീതനായിട്ട് വേഗം രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ത്രിവക്രയുടെ കാലുമ്പിൽ കൈ കൊണ്ട് ഈ വലിയ എന്താണ് താടി കൈ കൊണ്ട് പിടിക്കും. എന്നിട്ട് കാലുകൊണ്ട് ഭഗവാൻ ഒരു കൈ കൊണ്ട് താടി പിടിക്കും. എന്നിട്ട് ഒരു കാലുകൊണ്ട് ത്രിവക്രയുടെ തള്ളവിരലുമ്പിൽ അമർത്തി ചവിട്ടും. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് അങ്ങോട്ട് വലിച്ച് സ്ട്രെയിറ്റൻ ചെയ്യും. ആ കൂന് മുഴുവൻ ഇല്ലാണ്ടേക്കും. അപ്പം അവൾ ശരിക്കും അതാണ് മനോജ്ഞാംഗിയായി. ഭഗവാൻ അങ്ങോട്ട് പ്രീതനായപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ച ആ ദേഹത്തിനെ ശരിയാക്കിയപ്പോൾ അവൾ ഈ സർവ്വലോക സുന്ദരിയായി തീർന്നു. അപ്പോൾ ആ ആക്കിയ ആളും ഈ പിന്നെ ശൂർപ്പണഖയെ വിരൂപയാക്കിയ ആളും ഒന്നല്ലേ എന്നാ ചോദിക്കണം. ഒന്നല്ലേ ആള് ഒരേ ഈ ഭഗവാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തത്, എനിക്കൊന്നും മനസ്സിലാവണില്ലേ എന്ന് പറയണം. അല്ലെങ്കിൽ അതും പറയാം നമുക്ക്, ഈ ത്രിവക്രയ്ക്ക് മോക്ഷം കൊടുത്ത പോലെ എനിക്കും തരണേന്ന് പറയാമെന്ന് ഹരിനാരായണായ നമ അത് പറയാം. അതായത്
ഓ ഇങ്ങനെ പാടുമോ പക്ഷപാതം എന്ന് വേണമെങ്കിൽ ചോദിക്കുകയാണെന്ന് പറയാം. അതായത് ശൂർപ്പണഖയെ വിരൂപയാക്കി. എന്നിട്ടോ അതായത് ഈ 5 അക്ഷരങ്ങളെ നേരെ സംസാരിക്കാൻ വയ്യാണ്ടാക്കി. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട്, അതെനിക്കിപ്പോൾ ഓർമ്മയില്ല. ശൂർപ്പണഖ രാവണനോട് പോയി പിന്നെ എന്താണ് സങ്കടം പറയണ ഒരു ശ്ലോകം ഉണ്ട്. അതിൽ പിന്നെ ഞാ ണ ന മ എന്നുള്ള അക്ഷരങ്ങളില്ലാതെ, കാരണം അത് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്, തമാശയായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ അതുകൊണ്ടാണ് ഈ 5 അക്ഷരങ്ങളെ ഊനം ചെയ്തു പറഞ്ഞു തന്നെ. അപ്പോൾ ഈ ദുഷ്ടയായ അപ്പോൾ നമുക്കൊരു കാര്യം വേണമെങ്കിൽ നോക്കാം. ശൂർപ്പണഖ ദുഷ്ടയാണ്, പിന്നെ വലിയ കാമാസക്തയാണ്. അപ്പോൾ ദുഷ്ടയായിട്ടുള്ള ശൂർപ്പണഖയെ വിരൂപിയാക്കിയ അതേ ഭഗവാൻ തന്നെയാണ് ഭക്തിയായിട്ടുള്ള ത്രിവക്രയെ സുന്ദരിയാക്കിയതും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ, അതുകൊണ്ട് ഭക്തനായ എന്നെ ത്രിവക്രയെ അനുഗ്രഹിച്ച പോലെ എന്നെയും അനുഗ്രഹിക്കണമെന്ന് പറയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആലോചിക്കാൻ വേണമെങ്കിൽ. പിന്നെ ആക്ച്വലി ത്രിവക്രയോട് എത്ര ഒരു ഇതായിരുന്നു. അപ്പോൾ ത്രിവക്ര പറയേ, അയ്യോ സമയമുണ്ടോ എനിക്കറിയില്ല, നോക്കട്ടെ ഞാൻ. ത്രിവക്ര എനിക്ക് ഭഗവാനോട് വളരെയധികം എന്താ പറയുക പ്രേമം തോന്നി എന്ന് പറയട്ടെ. അതായത് ഭഗവാനോട് കാമാതുരയായി ഭഗവാനെ കണ്ടിട്ടേ. അപ്പോൾ പിന്നെ ഇത് കുറുക്കൂട്ട് കൊടുത്തപ്പോൾ ഭഗവാൻ ചോദിക്കുക, നിനക്ക് എന്താ ആഗ്രഹമുള്ള, എന്താ വരം വേണ്ടെന്നോ ചോദിക്കും. അപ്പോൾ പാവം എന്താ പറയുക അറിയോ? അവൾക്ക് ജ്ഞാനമൊന്നുമില്ലല്ലോ, പക്ഷെ അവളൊരു സാധാരണ കുറുക്കൂട്ടുണ്ടാക്കണ ഒരു സ്ത്രീ അത്രയല്ലേ. അപ്പോൾ അവൾ പറയും, എൻ്റെ കൂടെ ഒരു രാത്രി എനിക്ക് ഭഗവാന്റെ കൂടെ കഴിയണമെന്നുണ്ടെന്നാണ് പറയുക. പാവം മോക്ഷമാണെന്നൊന്നുമല്ല പറഞ്ഞതേ. അപ്പോൾ ഭഗവാൻ കംസവധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രോമിസ് പിന്നെ ആ പ്രതിജ്ഞ നിറവേറ്റാനായിക്കൊണ്ട് ശരിക്കും ഉദ്ധവനെയും കൂട്ടി ഒരിക്കൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ത്രിവക്രയുടെ വീട്ടിൽ പോയിട്ട് ഒരു രാത്രി അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ പിന്നെ വളരെ വേഗമായിട്ട് സൽക്കരിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ പറയും, എനിക്ക് ഇനി എന്താ നിനക്ക് വരം വേണം, എനിക്ക് കുറച്ച് രാത്രികൾ കൂടി അങ്ങയുടെ കൂടെ വേണം എന്നൊക്കെ പറയും. അപ്പോൾ 2-3 ദിവസം കൂടിയൊക്കെ അവൾക്ക് കൊടുക്കും. എന്നിട്ട് ഇഷ്ടംപോലെ അവളെ സന്തോഷിപ്പിക്കും. എന്നിട്ട് മാത്രമല്ല ഉപശ്ലോകൻ എന്ന് പറഞ്ഞൊരു മകനെയും അവൾക്ക് ആക്ച്വലി കൊടുക്കും. അത് ചോദിച്ചിട്ടൊന്നുമില്ല, ഭഗവാൻ തന്നെ അവൾക്കൊരു മകനെയും കൊടുക്കും. ഉപശ്ലോകൻ എന്ന് പറഞ്ഞാൽ വളരെ വൈഷ്ണവനായിട്ടുള്ളൊരു വലിയ അറിവുള്ള ജ്ഞാനിയായിട്ടുള്ളൊരു മകനെയും കൂടി നൽകും. ആ വൈഷ്ണവം വലിയ പിന്നെ എന്താണ് വൈഷ്ണവനാണ്. അപ്പോൾ നാരദൻ്റെ പാഞ്ചരാത്രം പിന്നെ പഠിച്ചു ഈ ഉപശ്ലോകൻ എന്നൊക്കെ ഭാഗവതത്തിലുണ്ട്. അതായത് പിന്നെ എന്താണ് മഹാവിഷ്ണു തന്നെ ശാണ്ഡില്യ മഹർഷിക്ക് ഉപദേശിച്ചതാണത്രേ ഈ സാത്വത തന്ത്രം എന്നും പാഞ്ചരാത്രം എന്നൊക്കെ പറഞ്ഞ 5 രാത്രി കൊണ്ട് പഠിപ്പിച്ചു ഇത്ര ശാണ്ഡില്യ മഹർഷി വിഷ്ണു ഭഗവാനെ. പിന്നെയാണ് നാരദനത് കിട്ടിയത്. നാരദൻ്റെ ഈ പാഞ്ചരാത്രം ഈ ഉപശ്ലോകൻ ഈ ത്രിവക്രയുടെ മകൻ പഠിച്ചു എന്നൊക്കെയുണ്ട്. അപ്പം അങ്ങനെ വളരെയധികം പിന്നെ അനുഗ്രഹിച്ചു ആരെ, ഈ പിന്നെ ത്രിവക്രെ. അപ്പോൾ ശൂർപ്പണഖ മാത്രമല്ല, ശൂർപ്പണഖയുടെ ബാഹ്യ സൗന്ദര്യവും കളഞ്ഞു, ശബ്ദ സൗന്ദര്യവും കളഞ്ഞു. ആലോചിച്ച് നോക്കൂ അല്ലേ. മൂക്കും മുലയും കണ്ണും ചെവിയും മുറിച്ചു. അതിന് പുറമെ ഈ ശബ്ദവും മോശമായില്ലോ. സാധാരണ ഈ അനുനാസികാസ്വരങ്ങളാണ് അത്രേ പിന്നെ ശബ്ദത്തിനെയോ അല്ലെങ്കിൽ സംഗീതത്തിനെയൊക്കെ വളരെ മധുരമാക്കണത്. അപ്പം അനുനാസിക അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ വയ്യാത്തവരുടെ പാട്ടൊന്നും പിന്നെ വലിയ ഗുണം ഉണ്ടാവില്ല. കാരണം അതാണ് അത്രേ മാധുര്യം നൽകണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ശൂർപ്പണഖയുടെ ബാഹ്യ സൗന്ദര്യവും ഭഗവാൻ കളഞ്ഞു, ശബ്ദ സൗന്ദര്യവും കളഞ്ഞു. അതേസമയം ഈ ത്രിവക്രയ്ക്ക് ബാഹ്യ സൗന്ദര്യവും കൊടുത്തു, അവൾ ആഗ്രഹിച്ച സാമീപ്യ സുഖവും കൊടുത്തു, പോരാത്തതിന് ഉപശ്ലോകൻ എന്ന് പറഞ്ഞ ജ്ഞാനിയായിട്ടൊരു മകനെയും കൊടുത്തു. ഭഗവാന്റെ മകനാണല്ലോ. അപ്പം അങ്ങനെ നമുക്കതിനൊരു എക്സ്പ്ലനേഷൻ നമുക്കില്ല. എന്താ വെച്ചാൽ അനന്തമജ്ഞാതം അവർണ്ണനീയാണ് ശരിക്കന്നെ ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ പ്രവർത്തനങ്ങളും. അത്ര സങ്കീർണമാണ് നമ്മളുടെ മനസ്സിന് നോക്കുമ്പോൾ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലപ്പുറമാണ് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യേ വയ്ക്കൂ. അതാണ് പിന്നെ ശരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ആശ്ചര്യമാണ് കാണിക്കണത്.
ശരിക്കും പറയാ വെച്ചാൽ നമുക്ക് പറയാം അതുപോലെ എനിക്കും മുക്തി തരണം എന്ന് പറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ശരിക്ക് ഈ 2 ശ്ലോകങ്ങളിലൊക്കെ എന്താ അറിയോ, ഭഗവാന്റെ ചെയ്തികളുടെ പൊരുളൊന്നും എനിക്ക് മനസ്സിലാവണില്ല, എൻ്റെ ബുദ്ധിക്ക് അതീത. ശരിക്ക് എഴുത്തച്ഛൻ്റെ ബുദ്ധിക്ക് അതീതമല്ല കേട്ടോ. നമ്മളോട് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയെന്ന് എഴുത്തച്ഛന് അറിയാം. നമ്മുടെ ബുദ്ധിക്ക് അതീതാണ് ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളുടെ സങ്കീർണതയൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും എനിക്ക് മനസ്സിലാവണില്ലേ. ഈശ്വര ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ് ശരിക്ക്. കാരണം ശരിക്കെന്നെ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഗോളമാർഗം, ഈ ഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കാണുമോ തന്നെയാണ് ശരിക്കും, അല്ലേ? അതന്നെയാണ് ഇതിൽ എഴുത്തച്ഛൻ വളരെ ഇതായിട്ട് പറഞ്ഞത്. അപ്പം നമ്മളെയും ചിന്തിപ്പിക്കാനും നമ്മൾക്ക് അതിലൊരു ഉത്തരം തന്നെ കണ്ടെത്താനും വരുന്നതൊക്കെ ഈശ്വരേച്ഛയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും ഇതിൻ്റെ പിന്നിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ഐ കനോട്ട് ക്വസ്റ്റ്യൻ ദിസ്, വൈ മീ, അല്ലെങ്കിൽ വൈ ദിസ് ഫോർ മീ എന്ന് ചോദിക്കാനൊന്നും നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിക്കണതിന് അർത്ഥമില്ല, അതാർക്കും മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഈശ്വരേച്ഛ ഇതാണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാനേ പാടുള്ളൂ എന്നൊക്കെ നമ്മളെ ഇങ്ങനെ പതുക്കെ പതുക്കെ മനസ്സിലാക്കുകയാണ് എഴുത്തച്ഛൻ. വളരെ പല 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 എപ്പിസോഡ് എടുത്തിട്ടേ അതാണ് ഇതിൽ ചെയ്യണം. അപ്പം ഞാൻ 34 വായിച്ച് നമുക്ക് ഈ സെഷൻ നിർത്താം. ജ്ഞാനം കണക്കയുടൻ 5 അക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതുമെന്നല്ല ആളും സോറി കേട്ടോ, കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലേ ആള്, ഈ ഒരാളല്ലേ. ഹരിനാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.